ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് അടിപൊളി ഒരു കേക്കായാലോ. അപ്പോൾ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത് മുട്ടയൊന്നും ചേർക്കാതെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഓവണിലൊന്നല്ല ഉണ്ടാക്കുന്നത്, നമ്മൾ സാധാ അടുപ്പത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് ആദ്യം വേണ്ടത് 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 3/4 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അപ്പസോഡ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇനി അടുത്ത് നമുക്കൊരു ബൗളെടുക്കാം. അതിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ ചെറിയ തരി ആയതുകൊണ്ട് പൊടിച്ചിട്ടൊന്നുമില്ല. ഇനി വലിയ തരിയാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചെടുക്കുക. ഇനി ബട്ടർ ആയാലും മതി. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. മുട്ടയൊന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് നമ്മളിതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം. പിന്നെ 2 സ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നല്ലോണം ഇളക്കിയെടുക്കാം. വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. മുട്ടയൊന്നും ഇട്ടാത്തതുകൊണ്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ചിങ്ങനെ ഇട്ടിട്ട് ഇളക്കിയെടുത്താൽ മതി. ഇതൊക്കെ കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളുപ്പ് ചേർത്താൽ മതി. ഞാൻ മറന്നു പോയി, അതാണ്. ഇപ്പം നമ്മൾ ബാറ്ററൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പാല് കുറച്ച് ബാക്കിയുണ്ട്. അത് ഇനി നമുക്ക് ഒരാവശ്യം കൂടി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനി കൊക്കോ പൗഡർ ഇട്ടുങ്ങാണ്ട് കുറച്ച് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒഴിക്കേണ്ടി വരും. വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് പകുതി ഇതിലേക്ക് മാറ്റിയാണ്. ഇനി നമ്മൾ ഈ മാറ്റി വെച്ചേക്ക് കുറച്ച് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഇളക്കിയെടുക്കാം. കട്ടയൊന്നുമില്ലാണ്ട് വൃത്തിക്ക് ഇളക്കിയെടുക്കാം. നമുക്ക് ബാറ്റർ കൊക്കോ പൗഡർ ഇട്ട് ടൈറ്റായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചുകൊണ്ട് നിങ്ങൾ ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഒരു കേക്ക് ടിൻ എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഇതാക്കിങ്ങാണ്ട് നമ്മൾ മൈദപ്പൊടി ഒന്ന് കൊട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് നമ്മൾ കൊക്കോ പൗഡർ ആക്കിയില്ലേ, ആ കേക്കിൻ്റെ ബാറ്ററൊന്ന് ഒരു കയ്യിൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഒരു കയ്യിൽ ഒഴിച്ച് കൊടുക്കുക. അടുത്ത കേക്കിന് ഒരു കയ്യിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി അതുപോലെ നമ്മൾ ഓരോന്നിങ്ങനെ മാറി മാറി ഓരോ കയ്യിലിങ്ങനെ ഇടകലർന്നിങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ വരഞ്ഞു കൊടുക്കുക. ഇങ്ങനെ എന്നിട്ട് നമ്മളിങ്ങനെ വരയുമ്പോൾ ഓരോ വര കഴിഞ്ഞിട്ട് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഇങ്ങനെ തുടച്ചാൽ മതി. നമ്മളെ കേക്ക് നമുക്ക്
ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ഒരു കുക്കറിൽ ഒരു പാത്രം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊരു പഴയ പാത്രമാണ്. ഞാനിങ്ങനെ കേക്ക് ബേക്ക് ചെയ്യാൻ എടുത്തെടുത്ത് ഇങ്ങനെ ആയതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു പാത്രത്തിനായിട്ട് വെച്ചാൽ മതി. ഇത് പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ഇതിൽ വെക്കുമ്പോൾ ഇങ്ങനെ കളറ് മാറും, കേടുവരികയൊക്കെ ചെയ്യും. അപ്പോൾ പഴയ നമുക്കാണ്. അപ്പോൾ അതിലേക്ക് നമ്മളെ കേക്കിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കുക. കുക്കറിന് വിസിൽ വേണ്ട, വിസിലെടുത്ത് വെച്ചിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ടൊക്കെ റെഡിയായി കിട്ടും. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മുട്ടൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമില്ലാത്തവർക്കൊക്കെ, അതുകൊണ്ട് ബേക്കറി ഒന്നും തിന്നാത്തവരുണ്ടാവും, അവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ഇഷ്ടപ്പെടും. പിന്നെ അല്ലാത്തവർക്കും ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. മുട്ടൻ്റെ ആവശ്യം തന്നെ ഇല്ല. നല്ല സോഫ്റ്റായിട്ട് സൂപ്പറായി വന്നിരുന്നു. പിന്നെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് 4 മണിക്ക് ചായൻ്റെ കടിയൊക്കെ ആയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകൊണ്ടു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കൊണ്ടു.